അതിനൊക്കെ നമ്മുടെ കുരിയാച്ചായന്റെ വീട്. ചക്കയ്ക്ക് ചക്ക, ചായക്ക് ചായ, പുഴുക്കിന് പുഴുക്ക്. പണിയെടുക്കാൻ പോലും സമയം കിട്ടില്ല. അല്ലേലും നമ്മളെവിടെയാ പണിയെടുത്തിട്ടുണ്ട്. ഇപ്പൊ കുറ്റം പറഞ്ഞിരിക്കാൻ മരത്തണത് കിട്ടിയാ മതി. ശരിയാടി. അല്ല, ഓമന വന്നില്ലേ? അയ്യോ, ഓമനയുടെ കെട്ടിയും പണിക്ക് പോയെന്നേ. ഓമനയുടെ കെട്ടിയും പണിക്ക് പോയെങ്കിൽ ഓമന എന്തിനാ വരാതിരിക്കുന്നേ? അതെന്താ ചേച്ചി, ഓമന തൊഴിലുറപ്പിലിരുന്ന ഫുൾക്കായ് ഷർട്ട് ഉണ്ടല്ലോ, അതിനുള്ള ഭർത്താവ് ജോലിക്ക് പോയത്. പുഴുക്കായി ഷട്ടിട്ടില്ലെങ്കിലേ അവളുടെ കയ്യിൽ ചൊറിയണം കടിക്കും. ഇതിപ്പോ ഒന്നും രണ്ടും തവണയല്ല, 4-5 ദിവസമായി അവള് വരാതിരിക്കുന്നേ. ഇത് ഞാൻ പഞ്ചായത്ത് കംപ്ലൈന്റ് ചെയ്യും. എല്ലാരും ഒന്നിങ്ങ് വന്നേ. ഇന്ന് വൈകിട്ട് 5 മണിക്ക് എല്ലാരും നമ്മുടെ സുധാകരന്റെ റേഷൻ കടയിലുണ്ട്. സുധാകരൻ ഉണക്കിട്ട് കൊടുക്കുന്നത്. സുധാകരൻ എന്തുണക്കിട്ട് കൊടുക്കട്ടെ? ഉണക്കിട്ട് കൊടുക്കുന്നല്ല, സുധാകരൻ ഉണക്കിട്ട് കഴിഞ്ഞ തവണത്തെ പോലെ മണ്ടില്ലാത്തത് ഇങ്ങനെ ചോട്ടും കളിച്ച് എന്റെ മാനം കളയരുത്. രമണി ഒന്നോട് നിന്നേ. എവിടെ ചെന്നാലും അടുക്കള ചുറ്റിപ്പറ്റിയുള്ള നിപ്പുണ്ടല്ലോ, അത് ഇന്ന് അവസാനിപ്പിച്ചോണം. എന്താണെന്ന് അറിയാൻ പാടില്ല. ഏത് അടുക്കള മീനുണ്ടാക്കണ മണം വന്നാലും ഒന്ന് അവിടെ പോയി ചേച്ചി, 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 ചേച്ചി. തൊഴിലുറപ്പിന്റെ ആൾക്കാരാണ്. പ്രസിഡന്റ് വിളിച്ച് പറഞ്ഞായിരുന്നു വരുന്നത്. അവിടെ പോയി വെട്ടിക്കാം. ശരി ചേച്ചി, കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ? എന്താ? എന്നാ പിന്നെ കഞ്ഞിവെള്ളം ആയിക്കോട്ടെ. ഉണ്ടെങ്കിൽ 2 വശം കൂടി ഇട്ടോ. എന്നാലേ ഇച്ചിരി അച്ചാറും കൂടി കലക്കി എടുത്തേക്ക്. അല്ല, ഇത് തിന്നാനൊക്കെ കാണിച്ചിരിക്കണോ? എല്ലാം കൂടി തൊഴിലുറപ്പിന്റെ മോഹനങ്ങള്. ചേച്ചി കുടിക്കാൻ എന്തെങ്കിലും എടുത്താൽ മതി. എന്നാ ടാങ്ക് കളിക്കൊണ്ട് അയ്യോ, ചെറിയ പാത്രത്തിൽ ഇത് പുതിയതാണ്. ഈ കമ്മല് ഇത് പുതിയതാ. പുതിയ കമ്മല്. അയ്യോ, ഇത് എത്ര പവനാ? ഇത് 2 പവനാ. അതിന്റെ ഡിസൈൻ നോക്കിയത് ഇതുവരെ ഒന്ന് കാണത്തില്ലേ? നിങ്ങൾ എന്താണ് കാട്ടുന്നത്? പണിയെടുക്കാൻ പറഞ്ഞതാണ്. വെള്ളം. ചേച്ചി കൈക്കോട്ടുണ്ടോ? കൈക്കോട്ട് ഉണ്ട്, ഞാൻ തരാം. എന്നാ പിന്നെ ഒരു കാശ് കൂടി. ചേച്ചി, അരിവാളും കൂടി എടുത്തോ. ഉണ്ടെങ്കിൽ കൊട്ടെ. അല്ല, നിങ്ങൾ പിന്നെ എന്താ ഇങ്ങോട്ട് വന്നത്? ചേച്ചി ഇഷ്ടമുള്ളത്തേക്ക് ക്ഷമിക്കണം. ഞാൻ കാര്യം ചോദിച്ചിട്ട് നിങ്ങളുടെ എന്തൊക്കെയുള്ളത്? ഇതൊക്കെയുള്ളത് പൗഡർ, കണ്ണാടി, പൗഡർ, സ്റ്റാൻഡ്, പൊട്ട്, ചീപ്പ്. നിങ്ങൾ ഇങ്ങനെയാണ് കഥ പോണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ പഞ്ചായത്തിൽ പോയിട്ട് ഞാൻ കംപ്ലൈന്റ് കൊടുത്തിരിക്കും. അല്ല ചേച്ചി, എന്റെ പണി കളയരുത്. അവിടെ ഞാൻ നോക്കിക്കോളാം. എന്നിട്ടല്ല നോക്കി എനിക്കൊക്കെ തുടങ്ങും. എന്താ പുതിയതാണോ? എന്ത് ഈ സാരി? നിങ്ങൾ എന്നെ ചോദിക്കാത്തെന്ന് വിചാരിച്ചിട്ട് ഓടി വാടി പുതിയ സാരി. ചേട്ടൻ സർപ്രൈസ് ഗിഫ്റ്റ് തന്നതാ. എത്ര രൂപയായി? 5000 രൂപയായി. കണ്ടാ ഒരു 10,000-ന് പുറത്തുള്ളൂ. നിങ്ങളോടല്ലേ പറഞ്ഞ കാര്യം കളിക്കണമെന്ന്? ചേച്ചി ഇത്തവണത്തേക്കും കൂടെ ഒന്ന് മാപ്പാക്കണം. ചേച്ചി, നീ മേടിച്ചായിരുന്നോ? മേടിച്ചായിരുന്നു. എന്ത് മീനാ? കാണാം. അയ്യോ ശരി ചേച്ചി, വലിയ മീനൊന്നും അല്ലേലും ഇപ്പൊ മേടിക്കണ്ട. വലിയ മീൻ അതുണ്ട്. ചെറിയ മീന ചാളയല്ലയോ? എത്ര രൂപയ്ക്ക് മേടിച്ചു? 100 രൂപയ്ക്ക്.
എത്ര കിലോ കിട്ടി? 1 കിലോ. 1 കിലോ കിട്ടിയോ? വീട്ടിൽ 2 പേരേ ഉള്ളല്ലേ? ഞാനെന്റെ മോളും. അയ്യോടാ, അപ്പൊ ഒരുപാട് മിച്ചം കാണുമായിരിക്കും. എന്നാ ഞാൻ ഉച്ചയ്ക്ക് വന്നേക്ക്, ഞങ്ങള് തിന്നോളാം. നാളെ അങ്ങനെ വീട്ടിൽ പോയിട്ട് കൂടുതൽ ചോദിക്കാൻ പായല് വെട്ടിട്ട് അതിന് ചോറ് വിളിച്ചിട്ട് അയ്യോ ചേച്ചി, ഇത്തവണത്തേക്ക് കൂടി മാവാകണം. ഇപ്പൊ ചേച്ചി കുട്ടിയുണ്ട് ഒരെണ്ണിട്ട് നീ എന്നൊക്കെ പറഞ്ഞല്ല. കണ്ട മുഖത്തൊരു തുളിവ് പോലും ഇല്ല. ധർമ്മം കണ്ട പ്രായം പറയട്ടില്ല. എന്താ പുതിയതാണോ? എന്ത് ചെരുപ്പ് നല്ല പഴയതാ. എന്നെ സുഖിപ്പിച്ച് പണിയെടുക്കാതിരിക്കണമെന്നാണോ എനിക്ക് മനസ്സിലായി. എല്ലാം പോയി പണിയെടുത്തോ. 1 മണിക്കൂറിനകത്ത് 7 മുഴുവൻ വൃത്തിയാക്കി പോണം. 2 കൂടുതലുകളും കൂടി നമ്മുടെ പണിയെടുപ്പിച്ച് കൊണ്ടിരിക്കുന്നു. അപ്പോഴേ പറഞ്ഞതാണല്ലോ നമ്മുടെ കളിയൊന്നും നടക്കുകയാണ്. എഴുന്നേക്ക് അങ്ങോട്ട്. ഇനി എന്തിനാ എഴുന്നിട്ട്? ഞാനൊരു കാര്യം പറയട്ടെ. നമുക്ക് നമ്മുടെ പാമ്പുകളിയാണ്. അതെന്താ വഴി പാമ്പുകൾ പാമ്പിലേ നമ്മുടെ പ്ലാസ്റ്റിക് പാമ്പിന്റെ നമ്മളിടും. പറമ്പില് പാമ്പിടെന്ന് പറയുമ്പോ ജോലി എടുക്കണ്ടെന്ന് പറയും. ജോലി എടുക്കുകയും ചെയ്യണ്ട. ഞാനേ എടുക്കും. മഴ വരുന്ന എന്റെ മൂട് വെച്ചോ. ഞാനേ പുറത്തിലാണ്. പാമ്പ് പോയിട്ട് അയ്യോ പേടിയാവുന്നു. ശരി, അടുത്ത വീട്ടിൽ പോയി ഇതേ പണിയെടുക്കണ്ടേ? സദ്യടി എനിക്ക് സദ്യ പെറുക്കി എടുത്തോളണേ. ഒന്നും വിടണ്ട. ഇത് എന്റെ സദ്യണ്ട. എന്റെ പുതിയ കുടിക്കുന്നില്ലേ? ഞാൻ പോയി നടു നോക്കിട്ട് എടി നീ ഇന്നത്തെ ഭ്രമണത്തിന് കഥ പറഞ്ഞു. എടി നമ്മുടെ പ്ലാസ്റ്റിക്